ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഏറെ വിവാദത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ചോദിക്കാനുള്ളത്. ഈ പശുവിനെ പൂജിക്കണം, സംരക്ഷിക്കണം, ഗോമാംസം കഴിക്കരുത് എന്നൊക്കെ പൊതുവെ ഹിന്ദുക്കൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പശുവിന് എന്താണ് മറ്റു മൃഗങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പ്രത്യേകത? പശു ഒരു ആരാധിക്കപ്പെടേണ്ട ജീവിയായി മാറുന്നത് എങ്ങനെയാണ്? പശു ഭാരതത്തിലെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം നമുക്ക് പൂർവ്വ കാലഘട്ടത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ ഇന്നും ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു ജീവിത മാർഗം എന്നുള്ളത് പശുവാണ്. ഇത് ഏറ്റവും കൂടുതൽ എല്ലാ ജനവും, ഒരുപക്ഷെ 99% ജനവും ഈ പറഞ്ഞ പോലെ പാലോ പാലിൻ്റെ ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കാത്തവരായിട്ട് ഉണ്ടാവാൻ വഴിയില്ല. എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പശുവിൻ്റെ പാല് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ആലോചിച്ച് നോക്കാം. ഓരോ നാട്ടിലും ഓരോ വീട്ടിലും എന്തുമാത്രം പശുക്കളും ഉണ്ടാവും. ഇപ്പം നമ്മൾ പാലിന് വേണ്ടി നമ്മുടെ സ്വന്തം കുടുംബത്ത് ഒരു പെറ്റ് പോലെ വളർന്ന, ഒരു പെറ്റായിട്ട് നമ്മൾ വളർത്തുന്ന ഒരു ജീവി, ആ പശുക്കിടാങ്ങളെ നമ്മൾ അവിടുത്തെ കുട്ടികളൊക്കെ എടുത്ത് ലാളിച്ച് കൊണ്ട് നടന്ന് വളർത്തുകയാണ്. അതിനെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. നമുക്ക് അമ്മ പാല് തരുന്നത് പോലെ തന്നെ നമുക്ക് ദിവസവും പാല് തരുന്നു. ആ പാലിൻ്റെ വകഭേദങ്ങളില്ല എങ്കിലും നമുക്ക് ജീവിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അപ്പം അത്രയും ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ പശുവിനെ നമ്മൾ കൊന്നറുത്ത് കഴിക്കുന്നതിൽ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പശുവിൻ്റെ ഭാഗത്ത് ഇന്ന് മോഡേൺ ഏജിൽ പെറ്റായിട്ട് ഏറ്റവും കൂടുതൽ പട്ടികളെ പല കുടുംബങ്ങളിൽ വളർത്തുന്നുണ്ട്. പട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ്? സ്വന്തം ബെഡിൽ കയറ്റിക്കിടത്തി അതിനെ കുളിപ്പിച്ച് പൊട്ട് തൊടിയിച്ച് വേഷം വരെ ധരിപ്പിച്ച് എവിടെ പോകുമ്പോഴും സ്വന്തം കുട്ടിയെപ്പോലെ തന്നെ കരുതി പട്ടികളെ നമ്മൾ വളർത്തുന്നുണ്ട്. പൂച്ചകളെ അതുപോലെ ഭംഗിയായി വളരെ ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ വളർത്തുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് നമ്മുടെ സ്വന്തമെന്ന് തോന്നുന്ന ഒരു കുട്ടിയെപ്പോലെ വളർത്തുന്ന ഒരു ജീവിയെ നമുക്ക് കഴിക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ? സംശയമാണ്. ഇതേപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ അതേപടി കഴിഞ്ഞിരുന്ന ഒരു ജീവിയെ, അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് എത്രയുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പശുവിൻ്റെ ഉൽപ്പന്നങ്ങൾ എല്ലാവരും വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ, അല്ലെങ്കിൽ പുതിയ തലമുറ പശുവിനെ വളർത്തുന്നത് കുറഞ്ഞു. അത് ഗ്രാമീണരായിട്ടുള്ള കർഷകരോ അല്ലെങ്കിൽ അത് വളരെ കൊമേഴ്സ്യലായിട്ടുള്ള ഫാം പോലെയുള്ള തലത്തിലൊക്കെ ആയി സിറ്റികളിലൊക്കെ. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലുള്ള ഉൾനാടൻ പ്രദേശത്തൊക്കെ കുടുംബത്തിൽ തന്നെ, അവരുടെ കുടുംബത്തോട് ചേർന്ന് തന്നെ, അല്ലെങ്കിൽ വീടിന് ഉള്ളിൽ തന്നെ പോലെന്ന് പറയാവുന്ന തരത്തിലാണ് തൊഴുത്തുകളെല്ലാം ഉണ്ടാവുക. ആ കുട്ടികളെല്ലാം അവരുടെ വീടുകളിൽ കൂടെ കയറിയാണ് ഇന്നും കളിച്ച് നടക്കുന്നുണ്ടാവുക. പക്ഷേ ഇവിടെയുള്ള പുതിയ തലമുറ അത് ആസ്വദിക്കാൻ കഴിയത്തില്ല. അവർ പട്ടിയെയും പൂച്ചയെയും മാത്രമേ അവർ ഈ പെറ്റായി അവർ കാണുന്നുള്ളൂ. അവർക്കതുകൊണ്ട് സ്വാഭാവികമായിട്ടും പശുവിനോട് അല്ലെങ്കിൽ പശുക്കിടാങ്ങളോർക്ക് അവർക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്കില്ല. അവരതിൻ്റെ പാല് പാക്കറ്റിൽ വന്നേ അവർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ പശുവിനെ കൊന്നാൽ എന്താണ് കുഴപ്പം എന്ന് തോന്നും. നമ്മുടെ കൂടെ വളരുന്ന ഒരു ജീവി ആയിരുന്നുവെങ്കിൽ അതിനെ കൊല്ലാൻ നമുക്ക് കഴിയുമായിരുന്നു. പട്ടിയെ പൂച്ചയെയും കൊല്ലാൻ നമുക്ക് കഴിയാത്തത് പട്ടിയുടെ പൂച്ചയും ഇറച്ചി കൊള്ളില്ല എന്ന് ആര് തീരുമാനിച്ചു എന്നറിയില്ല. പല സ്ഥലങ്ങളിൽ കഴിക്കുന്നുണ്ടല്ലോ പട്ടി ഇറച്ചി കഴിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. പല രാജ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ എല്ലാത്തരം പല്ലികളെയും അല്ലെങ്കിൽ എന്താ പറയുക എല്ലാത്തരം ജീവികളെയും കഴിക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ഒരിടത്തും നിയന്ത്രണം വെച്ചിട്ടില്ല. പക്ഷേ സ്വന്തമെന്ന് തോന്നുന്ന ഒരു ജീവിയെ, സ്വന്തം കുട്ടിയായിട്ട് കരുതുന്ന ഒരു ജീവിയെ, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരം ചെയ്ത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിയെ കൊല്ലാൻ സ്വാഭാവികമായിട്ടും മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് കഴിയില്ല. അപ്പോൾ പശുവിനെ എനിക്ക് വേണ്ടപ്പെട്ട ജീവിയാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കൊല്ലാതിരിക്കുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.